കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ക്യുസാറ്റ് ആണോ നല്ലത് അതോ KTU കോളേജസ് ആണോ നല്ലത് എന്നുള്ളത്. അപ്പോഴത്തേക്ക് അതൊരു വീഡിയോ ചെയ്യാമെന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആദ്യം NIT കാലിക്കറ്റ്. അപ്പൊ നിർഫ് റാങ്കിങ്, ആ ഒരു റാങ്കിങ് വെച്ച് നമ്മൾ കോളേജിന് എന്താണ് വിലയിരുന്നത്. അപ്പോഴത്തേക്കും നിർഫ് റാങ്കിങ് 1, 2, 3 ഒക്കെ വരുന്ന IITs ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്കും കോളേജ് എത്രത്തോളം നല്ലതാണെന്നുള്ളത് അതിന്റെ നിർഫ് റാങ്കിങ് നോക്കുമ്പോൾ അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും NIT കാലിക്കറ്റ് വരുമ്പോഴത്തേക്ക് അതിന്റെ നിർഫ് റാങ്കിങ് എന്താണ് 23rd ഇൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ഡേറ്റ എന്താണ് ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് വരായിരിക്കും, ചിലപ്പോൾ ഒരു ഓൾഡ് ഡേറ്റ ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ വലിയൊരു വേരിയേഷൻ എന്താണ് 200 കിടന്ന കോളേജ് നേരെ 100 അണ്ടർ വരുന്നതൊക്കെ കുറവാണ്. അപ്പോഴത്തേക്ക് ഒരു വലിയ വേരിയേഷൻ അങ്ങനെ വരത്തില്ല. ഒരു 20ന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ഒരു 10ന്റെ വേരിയേഷൻ ഒക്കെ വരത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് പക്ഷെ എന്താണ് കേരളത്തിൽ കുറച്ച് കോളേജുകളല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്താണ് വലിയൊരു ഓർഡർ പ്രിഫറൻസ് അതുപോലെ തന്നെ ആയിരിക്കും. അത് ഞാൻ പറയാം. ഇപ്പൊ NIT കാലിക്കറ്റ് നോക്കുമ്പോൾ 23rd ആണ് എഞ്ചിനീയറിംഗിന് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് NIT കാലിക്കറ്റ് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കീമും ക്യുസാറ്റ് കോളേജസും ആയി. അപ്പൊ നമുക്ക് ഇനി നോക്കാം. നമുക്ക് ആദ്യം ക്യുസാറ്റ് നോക്കാം. ക്യുസാറ്റിനത് ഞാൻ 44 ഒരിടത്ത് കണ്ടു, 63 കണ്ടു. അപ്പോഴത്തേക്ക് 63 ആവാനാണ് ചാൻസ്. 23 63 ആണ്. ഇപ്പൊ നിർഫ് റാങ്ക് 63 ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് NIT കാലിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യുസാറ്റിനെ കാണിച്ചേക്കുന്നത്. പിന്നെ CETയുടെ അതിനകത്ത് ഓക്കെ, അവരുടെ ഓപ്ഷൻ സൈറ്റ് 2020 ഡേറ്റ കൊടുത്തിങ്ങനെ 85. അപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്താണ് ഒരുവിധം NIT ക്യുസാറ്റും CET നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല. കാരണം എന്താണ് അണ്ടർ 100ലുള്ള 2 കോളേജ് തന്നെ ആയിരിക്കും. CETക്ക് ചിലപ്പോൾ എന്താണ് ഒരു അകത്തോട്ടുള്ള റേഞ്ച് വന്നു കാണും, പക്ഷെ ഓഫീഷ്യൽ സൈറ്റിൽ ഞാനൊന്നും കണ്ടില്ല ഡേറ്റ. അപ്പോഴത്തേക്ക് ഒരു 85 ആയിരിക്കും. അപ്പൊ നിലവിൽ നോക്കുമ്പോഴത്തേക്ക് നിർഫ് റാങ്കിങ് വെച്ചിട്ട് NIT കാലിക്കറ്റ് കഴിഞ്ഞ് ക്യുസാറ്റ് കഴിഞ്ഞാൽ CET ആ ഒരു രീതിയാണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്കുക. ചിലപ്പോൾ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രോസ് വന്നിട്ടുണ്ടോ, ഇനി CET മുകളിലോട്ട് കയറിയിട്ടുള്ളതായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടു. അപ്പോഴത്തേക്ക് നിങ്ങൾ നോക്കാം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോ ക്യുസാറ്റ് കിട്ടി CET കിട്ടിയിട്ട് നിങ്ങൾ CET ഓപ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. CET നല്ല കോളേജാണ്. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തതിൽ നിങ്ങൾ റിഗ്രറ്റ് ആകത്തില്ല. കാരണം CETയിൽ കിട്ടിയ മെജോറിറ്റി ആളുകൾ എന്താണ് ഒരു NIT കിട്ടിയവർ തന്നെയായിരിക്കും പലരും എന്താണ് CETലോട്ട് പോണത്. NITയിൽ ഈസി കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്താണ് സിവിലോ അല്ലെങ്കിൽ എന്താണ് ചിലപ്പം അവർക്ക് വേണ്ടാത്ത ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അവർക്ക് ഈസി തന്നെ വേണമായിരിക്കും. അപ്പൊ അവരെന്താണ് CETലോട്ട് എടുക്കും. അപ്പോഴത്തേക്ക് ആ ഒരു ക്വാളിറ്റി, ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ KTU കോളേജിൽ ബാക്കി കോളേജുകൾ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ ടോപ്പ് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അതായത് ഇതാണ് KTU കോളേജസിന്റെ എന്താണ് CET ഒരു എക്സെപ്ഷൻ ആണ്. CET ഒരു NIT പോലെ എന്താണ് ആ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ബാക്കി കോളേജുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മോഡൽ എടുത്തു കഴിഞ്ഞാൽ 250 തൊട്ട് 300 കിടക്കുന്നതും TK ഞാൻ പഠിച്ച കോളേജ് എടുത്താലും 250-നും 300-നും ഇടയ്ക്കാണ്. അപ്പൊ സ്റ്റില് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ബെസ്റ്റ് ഓപ്ഷൻസ്, അതായത് ക്യുസാറ്റ് CET കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോളേജുകൾ എടുക്കുമ്പോൾ അതെല്ലാം 251, 300 ആ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് എന്തോരം വ്യത്യാസമുണ്ട്. മറ്റേത് രണ്ടും അല്ലെങ്കിൽ ആ 3 കോളേജ് 100-ന് അണ്ടർ വരുന്ന കോളേജാണ്. ഇതെല്ലാം 200 കഴിഞ്ഞ് 250 കഴിഞ്ഞ് അങ്ങോട്ടുള്ള കോളേജുകളാണ്. അപ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേറൊരു ഓപ്ഷൻ നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ GC തൃശ്ശൂർ അല്ലേ. നമുക്ക് GC തൃശ്ശൂർ നോക്കാം. ഇപ്പൊ GC തൃശ്ശൂർ എടുക്കുമ്പോഴൊക്കെ 201-നും 250-നും ഇടയ്ക്ക്. അപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താണ് ക്യുസാറ്റ് കഴിഞ്ഞ് CET കഴിഞ്ഞ് കഴിഞ്ഞാൽ GC തൃശ്ശൂരാ. CET കിടക്കുന്ന അണ്ടർ 100-ലായിരിക്കും കിടക്കാൻ പോണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 100 കൂടി കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത്, അതായത് 100 കഴിഞ്ഞ് 120, 130 കഴിഞ്ഞിട്ടുള്ള റാങ്കിങ്ങിലാണ് എന്താണ് GC തൃശ്ശൂർ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ക്യുസാറ്റ് എന്തുകൊണ്ടും ഇതിനേക്കാളും നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ CET കിട്ടുവാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. KTU കോളേജ് അത് ബെസ്റ്റ് ആണ്. പക്ഷെ ബാക്കി കോളേജുകൾ KTU കോളേജസ് നിങ്ങൾ പ്രൈവറ്റിലോട്ടുള്ള കോളേജുകൾ പ്രൈവറ്റ് കോളേജ് എടുക്കുമ്പോഴത്തേക്കും ക്യുസാറ്റ് എന്താണ് ഒരു സ്റ്റെപ്പ് വ്യത്യാസമാണ്. അതായത് ഒരു നാഷണൽ ലെവലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു രീതിയിലോട്ട് പോകുന്നതാണ്. അത്ര ഒരു വാല്യൂ ഉണ്ട്. കാരണം ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ആണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ ഡേറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാമല്ലോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയ ഡേറ്റ് ഇതാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് CETയുടെ മുകളിൽ കിടന്നു, പക്ഷെ CETയുടെ ഒഫീഷ്യൽ സൈറ്റിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എങ്ങനെയാണ് NIT കാലിക്കറ്റ് കഴിഞ്ഞ് ഞാൻ നിർഫ് റാങ്ക് വരുന്നത് ക്യുസാറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് CET വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ബാക്കി KTU കോളേജ് വെച്ച് നോക്കുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ക്യുസാറ്റോ CETയോ ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി KTU കോളേജുകൾ നോക്കാം. പിന്നെ പ്ലേസ്മെന്റ്സ് ഒക്കെ കാണും. പക്ഷെ ക്യുസാറ്റിനെ കൂടുതലും മാറ്റി നിർത്തുന്നത് എന്താണ് അവിടുത്തെ നേവൽ ആർക്കിടെക്ചർ, ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നാഷണൽ ലെവലായിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് വരും. ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പഠിച്ച കോളേജ് പുറത്ത് പോയി അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടിട്ട് പോലും കാണില്ല. പക്ഷെ
ക്യുസാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബീഹാർ അല്ലെങ്കിൽ എന്താണ് പല പല സ്റ്റേറ്റ്, മുംബൈയിൽ നമ്മുടെ ഈ ചാനൽ തന്നെ പലരും കമന്റ് ചെയ്യുന്നതും കാണാം. അതായത് പല സ്റ്റേറ്റ് ഒരുപാട് ആളുകൾ അറിയുന്ന ഒരു രീതിയിലാണ് ക്യുസാറ്റ് പോകുന്നത്. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം. അപ്പം CET ക്യുസാറ്റ് ഇത് രണ്ടും എടുക്കുമ്പോൾ നിങ്ങൾ ഏതെടുത്താലും ഞാൻ നോക്കിയിട്ട് കുഴപ്പമില്ല. പക്ഷെ ബാക്കി KTU കോളേജിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ക്യുസാറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് പോയി വരാനുള്ള സൗകര്യം, നിൽക്കാനുള്ള സൗകര്യം, അതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഓവറോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾ പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജ് നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ കോളേജിന്റെ റാങ്കിങ്ങും അതിന്റെ പാസ് പെർസെന്റേജും ഒക്കെ നോക്കും.